സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. Counseling and admissions for professional courses in NRI and management quota in reputed colleges all over India. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന ISO 9001-2008 സർട്ടിഫൈഡ് സ്ഥാപനമാണ് കരിയർ വേൾഡ്. ഗൈഡൻസ് ഫോർ MBBS, BDS, BAMS, BSc Nursing, MSc Nursing, PCBSc Nursing, PharmD, B.Pharm, M.Pharm, BSc Speech and Hearing, BSc Optometry, Engineering, MBA, BBM, BSc Cloud Computing and all other courses. For more details, contact 179 Bar A, Annapurna Building, Government High School Road, near Ayyappa Temple, T. Dasarahalli, Bangalore 57. Mobile 09916039339. Email careerworldedu@gmail.com or contact our customer service number 07676339339. Log on to our website www.careerworldedu.org. ഉന്നത വിദ്യാഭ്യാസം സുരക്ഷിത കരങ്ങളിൽ. കരിയർ വേൾഡ്. യുവതി യുവാക്കൾക്ക് സുവർണാവസരം. പ്രീ റിക്രൂട്ട്മെന്റ് റാലി കട്ടപ്പനയിലും തൊടുപുഴയിലും. പ്രായപരിധി 15നും 25നും ഇടയിൽ. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ്, പോലീസ് സേനകളിലേക്ക് ചേരുവാൻ സുവർണാവസരം. ഏപ്രിൽ 11 കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലും ഏപ്രിൽ 12 തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ HSS ഗ്രൗണ്ടിലും നടക്കുന്നു. ഏപ്രിൽ 11 ഏപ്രിൽ 12 നടക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നതിനും സൗജന്യ റാലി ടോക്കണിനും പ്രായപരിധി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഉടൻ ബന്ധപ്പെടുക. NAPT കട്ടപ്പന, തൊടുപുഴ. അവസാന തീയതി ഏപ്രിൽ 10. കൂടുതൽ വിവരങ്ങൾക്ക് NAPT പ്രീ റിക്രൂട്ട്മെന്റ് റാലി സെൽ 9447255553, 9447190011, 8281711537. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. 9ാമത് തേക്കടി പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കടി പുഷ്പമേള ഇതാ വരവായി. 9ാമത് തേക്കടി പുഷ്പമേള ഈ വർഷം 16 ദിവസങ്ങളിൽ ഏപ്രിൽ 4 മുതൽ 19 വരെ തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന തേക്കടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, കുമളിക്ക് ഉത്സവത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന തേക്കടി പുഷ്പമേള തേക്കടി അഗ്രി ഹോർട്ടിക്കൽ സൊസൈറ്റിയും മണ്ണാർത്തൽ ഗാർഡൻസും ചേർന്നൊരുക്കുന്ന തേക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, എല്ലാരും വരണം കേട്ടോ. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattapana. KG's Jewelry കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ,
വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്റെ നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे ढोलना सुन मेरी चाहते അഴകിവളാരോ പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ. KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. എല്ലാ വീടുകളിലും പശു വളർത്തലും ബയോഗ്യാസ് പ്ലാന്റുകളും ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മന്ത്രി PJ ജോസഫ്. വിഷം തളിക്കാതെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ജലനിധി പദ്ധതിക്ക് തുടക്കം. വൻ ജലദൗർലഭ്യം നേരിടുന്ന പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പദ്ധതിയിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. പാറത്തോട് പണിക്കൻകുടി മേഖലകളിൽ പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്തിനെ വെടിവെക്കാത്തതിനെതിരെ പാറത്തോട്ടിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പോത്തിനെ എത്രയും വേഗം കണ്ടെത്തി വെടിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പാറത്തോട്ടിൽ ഹർത്താൽ ആചരിച്ചു. പേപ്പർ ലോട്ടറിയെ തകർത്തുകൊണ്ട് ഓൺലൈൻ ചൂതാട്ടത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രമിക്കുന്നതെന്ന് CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ.
ഇതിന്റെ ഭാഗമായാണ് ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് സേവന നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനമെന്നും KS മോഹനൻ. 9ാമത് തേക്കടി പുഷ്പമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകളാണ് ദിവസേന പുഷ്പമേള സന്ദർശിക്കാനെത്തുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. എല്ലാ വീടുകളിലും പശു വളർത്തലും ബയോഗ്യാസ് പ്ലാന്റുകളും ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി PJ ജോസഫ് അഭിപ്രായപ്പെട്ടു. വിഷം തളിക്കാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളികൾ അതിവേഗം ജീവിതശൈലി രോഗങ്ങൾക്ക് കീഴ്പ്പെടുന്നതിന് കാരണം ഭക്ഷ്യവസ്തുക്കളിലെ അമിതമായ വിഷാംശത്തിന്റെ സാന്നിധ്യം മൂലമാണെന്ന് മന്ത്രി PJ ജോസഫ് അഭിപ്രായപ്പെട്ടു. പശു വളർത്തലിന് വളരെ പ്രാധാന്യം കൊടുക്കും. ജൈവകൃഷി ശരിക്കും നടക്കണമെങ്കിൽ നമുക്ക് ചാണകവും ബയോഗ്യാസും ഒക്കെ ആവശ്യമാണ്. എല്ലാ വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാകും. അതിന് പ്രത്യേകമായ സബ്സിഡി പ്രോഗ്രാംസ് എല്ലാം. മുൻപ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമാണ് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഭക്ഷ്യവസ്തുക്കൾ പോലും മനുഷ്യനെ മാറാരോഗികളാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഈ അവസ്ഥയെ മറികടക്കുവാൻ ജൈവ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നതും മാത്രമാണ് പോംവഴി. ഇതിനായി ജൈവ കൃഷി വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജൈവ കൃഷിക്ക് ആവശ്യമായ വളങ്ങൾ ലഭ്യമാക്കാൻ പശു വളർത്തലും ബയോഗ്യാസ് പ്ലാന്റുകളും പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നും മന്ത്രി പറഞ്ഞു. മഞ്ഞപ്പാറ ഹരിതഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് നെടുങ്കണ്ടത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെടുങ്കണ്ടം കാർഷിക ഗ്രാമവികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ചെയർമാൻ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP മുഖ്യപ്രഭാഷണവും ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ മാത്യു അനിക്കുഴിക്കാട്ടിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. MLA-മാരായ KK ജയചന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്ത്രീകളടക്കം നിരവധി കർഷകരാണ് മഞ്ഞപ്പാറ ഹരിതഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഇനി വരളുന്ന ഇടുക്കി. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ജലനിധി പദ്ധതിക്ക് തുടക്കമായി. വൻ ജലദൗർലഭ്യം നേരിടുന്ന പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്തിലെ ജനങ്ങൾ. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിൽ ജലനിധി പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കായി ഏകദിന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മഴവെള്ള സംഭരണവും ഭൂജല പരിപോഷണവും എന്ന വിഷയത്തിൽ കട്ടപ്പന പഞ്ചായത്ത് ടൗൺ ഹാളിലാണ് സെമിനാർ നടന്നത്. മഴവെള്ള സംഭരണവും ഭൂജല പരിപോഷണവും സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കട്ടപ്പനയിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OJ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. ജലനിധി ടെക്നിക്കൽ ഡയറക്ടർ KM മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ജലനിധി ഡയറക്ടർ ഡോക്ടർ സാബു വർഗീസ് വിശിഷ്ടാതിഥിയായിരുന്നു. തിരുവനന്തപുരം മഴ കേന്ദ്രം മാനേജർ PK ജോണി പദ്ധതി അവതരണവും സോളിഡാരിറ്റി മൂവ്മെന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് TK തുളസീധരൻപിള്ള നിർമ്മാണ ക്രമീകരണ വിശദീകരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൻസമ്മ ജോസഫ്, മുൻ വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ജാൻസി ബേബി, പഞ്ചായത്ത് അംഗങ്ങളായ ജോണി കുളമ്പള്ളി, സുധർമ്മ മോഹൻ, ബിന്ദുലത രാജു, അന്നമ്മ തോമസ്, ഗിരീഷ് മാലി, ജയശ്രീ ഷൈൻ, തോമസ് മൈക്കിൾ, ബീന ജോബി, ബിനു കേശവൻ, പഞ്ചായത്ത് സെക്രട്ടറി PB ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ സിറിയക് ജോസഫ് സെമിനാറിൽ വിഷയാവതരണം നടത്തി. ജലവിഭവ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള ഗ്രാമീണ ശുദ്ധജല വിതരണ ശുചിത്വ ഏജൻസിയുടെ ഭാഗമായ തിരുവനന്തപുരം മഴ കേന്ദ്രവും കട്ടപ്പന ഗ്രാമപഞ്ചായത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സോളിഡാരിറ്റി മൂവ്മെന്റ് ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് കട്ടപ്പനയിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. 10,000 ലിറ്റർ മഴവെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ഫെറോസിമെന്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വീടുകളുടെ മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിച്ചുപയോഗിക്കാവുന്ന രീതിയിൽ 200 സംഭരണികൾ കട്ടപ്പന പഞ്ചായത്തിൽ നിർമ്മിക്കും. പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഒരു യൂണിറ്റിന് 39,500 രൂപയാണ്. പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വേണ്ടിയാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് സെമിനാർ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.
പാറത്തോട് പണിക്കൻകുടി മേഖലകളിൽ പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്തിനെ വെടിവെക്കാത്തതിനെതിരെ പാറത്തോട്ടിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പോത്തിനെ എത്രയും വേഗം കണ്ടെത്തി വെടിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പാറത്തോട്ടിൽ ഹർത്താൽ ആചരിച്ചു. കൊന്നത്തടി പഞ്ചായത്തിലെ പൊന്മുടി, പാറത്തോട്, ഇരുമലക്കപ്പ് മേഖലകളിൽ 2 ദിവസം മുമ്പാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാറത്തോട് സ്വദേശി അഭിജിത്ത്, പുല്ലുകണ്ടം പട്ടുകുളത്തിൽ ഷാലി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാട്ടുപോത്തിന്റെ തൊഴിയേറ്റ അഭിജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:30 ഷാലിക്ക് നേരെ ആക്രമണമുണ്ടായത്. 2 കാലുമൊടിഞ്ഞ ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമാണെന്നാണ് സൂചനകൾ. 2 ദിവസം പ്രദേശത്തെ ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലുമെന്ന് വനം വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ പണിക്കൻകുടിയിലെത്തിയ റോഷി അഗസ്റ്റിൻ MLA-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടുക്കി SP KV ജോസഫ്, മൂന്നാർ DFO എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത്. അടിമാലി CI സജി മർക്കോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വെടിവെച്ചു കൊല്ലുന്നതിനായി പോത്തിനെ തേടി ഇരുമലക്കപ്പ് ഭാഗത്തേക്ക് തിരിച്ചിരുന്നു. എന്നാൽ പോത്തിനെ കണ്ടെത്താൻ പോലീസ് അധികാരികൾക്ക് കഴിയാത്തതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. 2 ദിവസമായി മേഖലയിൽ ഭീതി പരത്തി നടക്കുന്ന കാട്ടുപോത്ത് ഇന്നലെ ചതുപ്പിൽ തളർന്നു വീണിരുന്നു. ഈ സമയം വനപാലകരെ വിവരമറിയിച്ചെങ്കിലും ഇവർ എത്താൻ വൈകിയതാണ് കാട്ടുപോത്ത് രക്ഷപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇതിനെ തുടർന്നാണ് നാട്ടുകാർ ഇന്ന് പാറത്തോടിലും പരിസര പ്രദേശങ്ങളിലും ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചത്. ഹർത്താലിനെ തുടർന്ന് വ്യാപാരികൾ കടകൾ അടച്ചിട്ടു. വാഹനങ്ങൾ ഓടാൻ അനുവദിക്കാതെ ചില യുവജന സംഘടനകൾ ഹർത്താലിന് നേതൃത്വം നൽകി. 3 ദിവസം ജനം സമാധാനമില്ലാണ്ട് വളരെ പ്രതിസന്ധിയിലാണ്. നാട്ടുകാർ ഉറക്കം കെടുത്തിരിക്കുകയാണ് ഈ കാട്ടുപോത്ത് ഇറങ്ങിയിട്ട്. അതിന് പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതോടെ വരെ നാട്ടുകാർ വഴി റോഡ് ഉപരോധം മുതലായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. ഞങ്ങൾ വീട് വിട്ട് ജോലിയും വിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണം? നാളെ റേഷൻ കാർഡിന്റെ ഫോട്ടോ എടുക്കല, ബാങ്കിൽ കയറേണ്ട കാര്യങ്ങളുണ്ട്, ബാങ്കിൽ ഫോട്ടോ എടുക്കണം, ബാങ്കിൽ അക്കൗണ്ട് എടുക്കണേ, ഇതിനെല്ലാം വേണ്ടി മെനക്കെട്ട് വരുവാ വീട്ടിൽ നിന്ന്. എന്നാൽ കാട്ടുപോത്ത് ഇറങ്ങിയതിന് ഹർത്താൽ ആചരിക്കുന്നത് എന്തിനാണ് എന്നാണ് ഹർത്താലിനെ എതിർക്കുന്നവരുടെ ചോദ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. പേപ്പർ ലോട്ടറിയെ തകർത്തുകൊണ്ട് ഓൺലൈൻ ചൂതാട്ടത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രമിക്കുന്നതെന്ന് CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ. ഇതിന്റെ ഭാഗമായാണ് ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് സേവന നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തീരെ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് ഈ രംഗത്ത് ഏറ്റവും കൂടുതലുള്ളത്. സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് വേറെ ജോലിയില്ലാത്ത ആളുകൾ ഒരു തൊഴിൽ എന്ന നിലയ്ക്ക് ഈ രംഗത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ ലോട്ടറി വിൽപ്പനക്കാരെ മഹാഭൂരിപക്ഷത്തെയും എടുക്കുമ്പോൾ അതെല്ലാം ശാരീരികമായി അവശതകൾ, പ്രായാധിക്യം മൂലവും രോഗം മൂലവും മറ്റു ജോലികളൊന്നും ഉപജീവന മാർഗത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ആളുകളാണ് ഈ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരായിട്ട് മഹാഭൂരിപക്ഷം ഉള്ളത്. അപ്പം അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബന്ധപ്പെട്ട സർക്കാരിനുള്ളതാണ്. ആ ഒരു നിലയ്ക്കാണെങ്കിലും ഈ മേഖലയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഗവൺമെൻറ് ചെയ്യുന്നത് പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു ഈ രംഗത്ത് പണിയെടുക്കുന്നവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം പോലും അവരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരിയെടുക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സേവന നികുതി ഏർപ്പെടുത്താൻ തീരുമാനം വന്നിരിക്കുന്നത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ലോട്ടറി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികലാംഗരും വൃദ്ധരും രോഗികളുമായ 2 ലക്ഷത്തോളം പേരുടെ ഉപജീവന മാർഗമായ ലോട്ടറി മേഖലയെ തകർക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്ന് KS മോഹനൻ ആരോപിച്ചു. തുച്ഛവരുമാനക്കാരായ ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് സേവന നികുതി ഈടാക്കാനുള്ള തീരുമാനം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന മറ്റ് ജോലികൾക്ക് ശാരീരികാവസ്ഥകൾ അനുവദിക്കാത്ത നിരാലംബരെ ഈ മേഖലയിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് സേവന നികുതി ഈടാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക, സമ്മാനഘടന പരിഷ്കരിക്കുക, ലോട്ടറി വിൽപ്പനക്കാരുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ലോട്ടറി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ലോട്ടറി ഓഫീസ് പ്രവർത്തിക്കുന്ന ഹൌസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണയിൽ യൂണിയൻ ഏരിയ സെക്രട്ടറി PK ഷാജി അധ്യക്ഷനായിരുന്നു. CITU ഏരിയ സെക്രട്ടറി MC ബിജു, DYFI ജില്ലാ പ്രസിഡന്റ് KP സുമോദ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി TB സുബൈർ, ടോമി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം 7ാം ദിവസത്തിലേക്ക് കടന്ന 9ാമത് തേക്കടി പുഷ്പമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. ആയിരം
കൃപയിൽ വരുമിവളാരോ KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. യുവതി യുവാക്കൾക്ക് സുവർണാവസരം. പ്രീ റിക്രൂട്ട്മെന്റ് റാലി കട്ടപ്പനയിലും തൊടുപുഴയിലും. പ്രായപരിധി 15-നും 25-നും ഇടയിൽ. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ്, പോലീസ് സേനകളിലേക്ക് ചേരുവാൻ സുവർണാവസരം. ഏപ്രിൽ 11-ന് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലും ഏപ്രിൽ 12-ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ HSS ഗ്രൗണ്ടിലും നടക്കുന്നു. ഏപ്രിൽ 11-നും ഏപ്രിൽ 12-നും നടക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നതിനും സൗജന്യ റാലി ടോക്കണിനും പ്രായപരിധി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഉടൻ ബന്ധപ്പെടുക. NAPT കട്ടപ്പന, തൊടുപുഴ. അവസാന തീയതി ഏപ്രിൽ 10. കൂടുതൽ വിവരങ്ങൾക്ക് NAPT പ്രീ റിക്രൂട്ട്മെന്റ് റാലി സെൽ 9447255553 9447190011 8281711537. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ പള്ളിക്കവല കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകളിലേക്ക് വീണ്ടും. 9ാമത് തേക്കടി പുഷ്പമേള 7ാം ദിവസത്തിലേക്ക് കടന്നു. വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകളാണ് പുഷ്പമേളയും പച്ചക്കറി പ്രദർശനവും കാണാൻ ദിവസേന എത്തുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പുഷ്പമേളയാണ് തേക്കടിയിൽ നടന്നുവരുന്നത്. ശനിയാഴ്ച ആരംഭിച്ച പുഷ്പമേളയിൽ അത്യാപൂർവമായ പൂക്കളും പല പച്ചക്കറികളുമാണ് ഒരുക്കിയിരിക്കുന്നത്. തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തറ ഗാർഡൻസും ചേർന്ന് സംഘടിപ്പിക്കുന്ന മേളയിൽ മാലിന്യ സംസ്കരണവും ജലസംരക്ഷണങ്ങൾക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത സലേഷ്യയാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. പുഷ്പമേളയിൽ പുഷ്പഫല സസ്യ പ്രദർശനത്തിനോടൊപ്പം കണ്ണിനു കുളിർമയേകുന്ന വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന അരോണ ഇനത്തിൽപ്പെട്ട അലങ്കാര മത്സ്യങ്ങളും പ്രകൃതിയുടെ പ്രതിഭാസം തിരിച്ചറിയുന്ന ഫീറ്റ്, പോളിഷ് ക്യാപ്പ്, സ്പൈറാറ്റ് ഇനത്തിൽപ്പെട്ട അലങ്കാര കോഴികളും മേളയിൽ മുഖ്യ ആകർഷണമേകുന്നു. ചക്ക കൊണ്ടുള്ള വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ സ്റ്റാളുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കായി അമ്യൂസ്മെന്റ് പാർക്കും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. 22,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പമേള കാണാൻ വിദേശികളടക്കം നിരവധി പേരാണ് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി. നെടുങ്കണ്ടം മഞ്ഞപ്പാറ പള്ളിമെട്ട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. മഞ്ഞപ്പാറയിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജാണ് ജനങ്ങൾക്കായി റോഡ് തുറന്നുകൊടുത്തത്. നിരവധി വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ്
മേലെ ചിന്നാറിന് സമീപം മഞ്ഞപ്പാറ പള്ളിമെട്ട് റോഡിന്റെ ഉദ്ഘാടന കർമ്മം നടന്നത്. എല്ലാവരും കൂടെ കൂടി കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ റോഡിന്റെ ഇതുപോലുള്ള MP ഫണ്ടിൽ ആദ്യമായി കിട്ടിയ പൈസ ഉപയോഗിച്ച് പണിയുന്ന റോഡുകളിലാണെന്നാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും. മഞ്ഞപ്പാറ ടൗണിൽ നടന്ന യോഗത്തിൽ ഉടുമ്പൻചോല MLA KK ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോഫി ജോർജ്, രാജേഷ് അമ്പഴത്തിനാൽ, M സുകുമാരൻ, ജോസ് തെക്കേൽ, പ്രസാദ് പന്തലാട്ടിൽ, ടോമിച്ചൻ മടിക്കാങ്കൽ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡല സമ്മേളനം ഏപ്രിൽ 12 നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മകേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2015 ഏപ്രിൽ 12 ഞായറാഴ്ച യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡല സമ്മേളനം വണ്ടിപ്പെരിയാറിൽ വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി കക്കിക്കവലിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും. തുടർന്ന് ടൗണിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മകേഷ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് വാളാടി വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡല സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ഏപ്രിൽ 12 വണ്ടിപ്പെരിയാറ്റിൽ വെച്ച് നടത്തുകയാണ്. അന്ന് തന്നെ വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന റാലിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്നതാണ്. ഈ റാലിയിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വാഗതം ചെയ്തുകൊണ്ടും തുടർന്ന് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മകേഷ് ഉദ്ഘാടനം നിർവഹിച്ച് എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. പൊതുസമ്മേളന യോഗത്തിൽ വാളാടി മണ്ഡലം പ്രസിഡന്റ് N മകേഷ് അധ്യക്ഷത വഹിക്കും. പരിപാടിയിൽ റോയ് K പൗലോസ്, EM അഗസ്തി, ഇബ്രാഹിം കുട്ടി കല്ലാർ, PR അയ്യപ്പൻ, ഷാജഹാൻ മഠത്തിൽ, R ഗണേശൻ, റോബിൻ കാരക്കാട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വണ്ടിപ്പെരിയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ N മകേഷ്, P പ്രകാശ്, ഷാൻ, ഷംനാഥ്, വിഘ്നേഷ്, വിനോദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തോട്ടം മേഖലയിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായ വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിന്റെ ഹൃദയഭാഗത്തായി 1984 മുതൽ പ്രവർത്തിച്ചു വരുന്ന തോട്ടം മേഖലയിലെ ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. വണ്ടിപ്പെരിയാർ അസംഷൻ ചർച്ചിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്കൂൾ LP വിഭാഗമായാണ് വിദ്യാഭ്യാസ ചരിത്രം തുടങ്ങിവെച്ചത്. പിന്നീട് UP ആയി ഉയർത്തുകയും 30 വർഷം പൂർത്തിയാകുമ്പോൾ ഹൈസ്കൂൾ എന്ന നിലയിലാണ് സേവനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനപൂർവ്വം പ്രവർത്തിച്ചു വരുന്ന സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ജോസ്ലിൻ കാര്യപുരയിടത്തിൽ നിർവഹിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിജയപുരം രൂപത ബിഷപ്പ് റൈറ്റ് റവറൻ സെബാസ്റ്റ്യൻ തെക്കത്തേച്ചേരിയിൽ നയിച്ച കുർബാനയും നടന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ പീരിമേഡ് MLA ES ബിജിമോൾ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP ജോയ്സ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ സ്കൂളുകൾ ഉണ്ടാക്കുമ്പോൾ, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ വളർത്തിയെടുക്കണം. നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാകണം. നമ്മൾ നമ്മുടെ കുട്ടികളെ ആ തരത്തിൽ ഉന്നതമായ ജീവിത ലക്ഷ്യമുള്ളവരാക്കി മാറ്റണം. വലിയ ലക്ഷ്യബോധമുള്ളവരാക്കി മാറ്റുകയും ആ ലക്ഷ്യബോധത്തിലേക്ക് അവർ എത്തുന്നതിന് അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ പ്രതിസന്ധികളെ നമുക്ക് പരിഹരിക്കാനാവൂ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, EM അഗസ്തി, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G വിജയാനന്ദ്, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി രമേശ്, വാർഡ് മെമ്പർ KPK ഫൈസൽ, PTA പ്രസിഡന്റ് ഷാജി പൈനാടത്ത്, അസംഷൻ ചർച്ച് വികാരി ഫാദർ ബോബി കൊച്ചുപാറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പാലാ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിച്ച ഗാനമേളയും നടന്നു. പരിപാടികൾക്ക് സ്കൂൾ ഹെഡ് മിസ്സസ് സിസ്റ്റർ റോസ്ലിൻ, സ്കൂൾ ടീച്ചേഴ്സ്, PTA ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തമിഴ്നാട് വത്തലകുണ്ട് വീരമ്മാൾ വനിതാ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഈ വർഷത്തെ വീരമ്മാൾ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ലഫ്റ്റനന്റ് റെജി ജോസഫിന് സമ്മാനിക്കും. NCC ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് റെജി ജോസഫിനെ അവാർഡിന് അർഹനാക്കിയതെന്ന് കോളേജ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
NCC ഓഫീസർ എന്ന നിലയിൽ ലഫ്റ്റനന്റ് റെജി ജോസഫ് പ്രാവർത്തികമാക്കിയ കെയർ ആൻഡ് ഷെയർ പാർപ്പിട പദ്ധതി, സുഹൃതം അവയവദാന പദ്ധതി, പെലിക്കൺ ആർമി ബ്ലഡ് ഡൊണേഷൻ പദ്ധതി എന്നിവ പരിഗണിച്ചാണ് അദ്ദേഹത്തിന് അവാർഡ് സമ്മാനിക്കുന്നത്. വീരമ്മാൾ ഹ്യൂമാനിറ്റേറിയൻ അവാർഡിന് അർഹനാകുന്ന മൂന്നാമത്തെ മലയാളിയാണ് റെജി ജോസഫ്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 2007 മുതലാണ് വത്തലകുണ്ട് വീരമ്മാൾ വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് വീരമ്മാൾ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഏർപ്പെടുത്തിയത്. ഓരോ കർമ്മമണ്ഡലങ്ങളിലും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് അവാർഡിന് തെരഞ്ഞെടുക്കുന്നതെന്ന് കോളേജ് ചെയർമാൻ P. സുബ്രഹ്മണി, സിസ്റ്റർ സീന FCC എന്നിവർ പറഞ്ഞു. Now this time for this year 15-16 we want to honor Lieutenant Reggie Joseph for his humanitarian service for the community and for the people of this state. So that is the main purpose of this press meet. I wanted to announce that one. So I have come down here from Dindigul exclusively for this purpose. Thank you very much. ഈ വർഷം അവാർഡ് കൊടുക്കുന്നത് ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC ഓഫീസറായ ലഫ്റ്റനന്റ് റെജി ജോസഫിനാണ്. അദ്ദേഹം കെയർ ആൻഡ് ഷെയർ പാർപ്പിട പദ്ധതി ഓൾറെഡി 3 വീടുകൾ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ 7 ഭവനങ്ങൾ ഒരേ സമയത്ത് നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് റെജി സാറിന്റെ നേതൃത്വത്തിലുള്ള NCC ട്രൂപ്പ് അവിടെ. കോളേജ് ചെയർമാൻ P. സുബ്രഹ്മണി, പ്രിൻസിപ്പാൾ J. കതിർവടിവേലൻ, വെങ്ക സുബ്രഹ്മണി, PM ജോസഫ് കക്കാട്ട്, സിസ്റ്റർ സീന FCC എന്നിവർ അംഗങ്ങളായ 5-അംഗ ജൂറിയാണ് റെജി ജോസഫിനെ അവാർഡിന് തിരഞ്ഞെടുത്തത്. മെയ് 31 നടക്കുന്ന കോളേജ് ഡേയോടനുബന്ധിച്ച് റെജി ജോസഫിന് അവാർഡ് നൽകുമെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അധ്യാപകരായ ചിപ്പി മോൾ ജെയിംസ്, ജിൽബി ജോസഫ്, കോളേജ് പ്രതിനിധികളായ രാജു വൈലിങ്കൽ, KK രാജു, വിദ്യാർത്ഥിനികളായ സേതുലക്ഷ്മി, ചിപ്പി, ക്രിസ്റ്റീന, രാഹി എന്നിവരും പങ്കെടുത്തു. തേക്കടി മേജർ ശ്രീദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഏപ്രിൽ 14 മുതൽ 22 വരെയാണ് ക്ഷേത്രത്തിൽ രോഹിണി മഹോത്സവം നടക്കുക. തേക്കടി ദേവി ക്ഷേത്രത്തിലെ മഹോത്സവ ഒരുക്കങ്ങൾ തുടങ്ങി. കുമളി ദുർഗാ ഗണപതി ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കൊടിക്കൂറ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതും കൊടിയേറ്റുകർമ്മം ബ്രഹ്മശ്രീ വിജയൻ നമ്പൂതിരി നിർവഹിക്കുകയും ചെയ്യുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തേക്കടിലെത്തിയ തൊഴിലാളികളും ആദിവാസികളും വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ ദേവിയുടെ രൂപത്തിൽ ഒരു കല്ലു കണ്ടതായും ഇവിടെ വനദുർഗയെ സങ്കല്പിച്ച് വിളക്ക് കൊളുത്തി പൂജകൾ നടത്തി വരുന്നതായും ഐതിഹ്യത്തിൽ പറയുന്നു. ഉത്സവത്തിനോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ, സമൂഹ സദ്യ, പൊങ്കാല, ഘോഷയാത്ര, ചികിത്സാ ധനസഹായ വിതരണം, ഏപ്രിൽ 22-ന് പ്രശസ്ത സിനിമാ താരം കലാഭവൻ മണി നയിക്കുന്ന മണിക്കുലുക്കം കോമഡി മെഗാ ഷോ എന്നിവയും നടത്തപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കുമളി. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവനെന്ന് 20,040 രൂപ രേഖപ്പെടുത്തിയപ്പോൾ 1 ഗ്രാം സ്വർണത്തിന് 2,505 രൂപയായിരുന്നു വില. വെള്ളി ഗ്രാമിന് 40 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകളിലേക്ക്. ഏലം കൂടിയ വില 750 രൂപ, കുറഞ്ഞ വില 700 രൂപ. കുരുമുളക് 570 രൂപ, കാപ്പി 120 രൂപ, റബ്ബർ 102, ഗ്രാമ്പു 800, കൊക്കോ 53 രൂപ എന്നിങ്ങനെയാണ് വിപണിയിൽ രേഖപ്പെടുത്തിയത്. ജാതി 280 രൂപയും ജാതി പത്രിക്ക് കൂടിയ വില 1000 രൂപയും കുറഞ്ഞ വില 750 രേഖപ്പെടുത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. എല്ലാ വീടുകളിലും പശു വളർത്തലും ബയോഗ്യാസ് പ്ലാന്റുകളും ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മന്ത്രി P. J. ജോസഫ്. വിഷം തളിക്കാതെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി. കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ ജലനിധി പദ്ധതിക്ക് തുടക്കം. വൻ ജലദൗർലഭ്യം നേരിടുന്ന പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പദ്ധതിയിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. പാറത്തോട് പണിക്കൻകുടി മേഖലകളിൽ പരിഭ്രാന്തി പരത്തിയ കാട്ടുപോത്തിനെ വെടിവെക്കാത്തതിനെതിരെ പാറത്തോട്ടിൽ നാട്ടുകാരുടെ പ്രതിഷേധം. പോത്തിനെ എത്രയും വേഗം കണ്ടെത്തി വെടിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പാറത്തോട്ടിൽ ഹർത്താൽ ആചരിച്ചു. പേപ്പർ ലോട്ടറിയെ തകർത്തുകൊണ്ട് ഓൺലൈൻ ചൂതാട്ടത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രമിക്കുന്നതെന്ന് CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ. ഇതിന്റെ ഭാഗമായാണ് ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് സേവന നികുതി ഈടാക്കാനുള്ള സർക്കാർ തീരുമാനമെന്നും KS മോഹനൻ.
9ാമത് തേക്കടി പുഷ്പമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു. വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകളാണ് ദിവസേന പുഷ്പമേള സന്ദർശിക്കാനെത്തുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. Counseling and admissions for professional courses in NRI and management quota in reputed colleges all over India. കഴിഞ്ഞ 10 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന ISO 9001-2008 സർട്ടിഫൈഡ് സ്ഥാപനമാണ് കരിയർ വേൾഡ്. ഗൈഡൻസ് ഫോർ MBBS, BDS, BAMS, BSc Nursing, MSc Nursing, PCBSc Nursing, Pharm D, B.Pharm, M.Pharm, BSc Speech and Hearing, BSc Optometry, Engineering, MBA, BBM, BSc Cloud Computing and all other courses. For more details, contact 179 Bar A, Annapurna Building, Government High School Road, near Ayyappa Temple, T. Dasarahalli, Bangalore 57. Mobile 09916039339. Email careerworldedu@gmail.com or contact our customer service number 07676339339. Log on to our website www.careerworldedu.org. ഉന്നത വിദ്യാഭ്യാസം സുരക്ഷിത കരങ്ങളിൽ. കരിയർ വേൾഡ്. യുവതി യുവാക്കൾക്ക് സുവർണാവസരം. പ്രീ റിക്രൂട്ട്മെന്റ് റാലി കട്ടപ്പനയിലും തൊടുപുഴയിലും. പ്രായപരിധി 15നും 25നും ഇടയിൽ. ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സ്, പോലീസ് സേനകളിലേക്ക് ചേരുവാൻ സുവർണാവസരം. ഏപ്രിൽ 11-ന് കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിലും ഏപ്രിൽ 12-ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ HSS ഗ്രൗണ്ടിലും നടക്കുന്നു. ഏപ്രിൽ 11-നും ഏപ്രിൽ 12-നും നടക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കുന്നതിനും സൗജന്യ റാലി ടോക്കണിനും പ്രായപരിധി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ഉടൻ ബന്ധപ്പെടുക. NAPT കട്ടപ്പന, തൊടുപുഴ. അവസാന തീയതി ഏപ്രിൽ 10. കൂടുതൽ വിവരങ്ങൾക്ക് NAPT പ്രീ റിക്രൂട്ട്മെന്റ് റാലി സെൽ 9447255553 944719 0011 82817 11537. ഇപ്പോൾ കിട്ടിയ വാർത്ത. വസ്ത്രങ്ങളുടെ മായിക പ്രപഞ്ചവുമായി പെട്രോൾ ഫാഷൻ കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ ഫാഷനിലാണ്. 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ നിലയിൽ ലേഡീസ് ഫാൻസി ഐറ്റംസ്, ഓർണമെന്റ്സ്, സ്റ്റേഷനറി, ഗിഫ്റ്റുകൾ എന്നിവയുടെ ശേഖരമാണ് ഉള്ളത്. താഴത്തെ നിലയിൽ ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ, ടീഷർട്ടുകൾ എന്നിവയുടെ ശേഖരവുമായി മെൻസ് വെയർ. മുകളിലത്തെ നിലയിൽ പുതുപുത്തൻ ട്രെൻഡുകൾക്ക് അനുസൃതമായി സ്ത്രീ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് ലേഡീസ് വെയറും ഒരുക്കിയിരിക്കുന്നു. പെട്രോൾ ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. തേക്കടി പുഷ്പമേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തേക്കടി പുഷ്പമേള ഇതാ വരവായി. 9ാമത് തേക്കടി പുഷ്പമേള ഈ വർഷം 16 ദിവസങ്ങളിൽ ഏപ്രിൽ 4 മുതൽ 19 വരെ തേക്കടി കല്ലറക്കൽ ഗ്രൗണ്ടിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പോത്സവം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 16 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുഷ്പമേള. പുഷ്പമേളയോടനുബന്ധിച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന തേക്കടി ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, കുമളിക്ക് ഉത്സവത്തിന്റെ നാളുകൾ സമ്മാനിക്കുന്ന തേക്കടി പുഷ്പമേള തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തലിൽ ഗാർഡൻസും ചേർന്നൊരുക്കുന്ന തേക്കടി പുഷ്പമേളയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, എല്ലാവരും വരണം കേട്ടോ. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിൻ അഴകോ മലപ്പൊഴിയും ലതയോ
അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ മലർ പെയ്യും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. KG's Jewelry കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते അഴകിവളാരോ പൊന്നിൻ പ്രഭയിൽ വരുമിവളാരോ KG's Jewelry കോട്ടയം കട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.